ഹായ് ഹലോ. ഇന്ന് ഞാൻ ഹെയർ കെയർ ടിപ്പുമായിട്ടാണ് വന്നത്. ഇവളെ മുടിക്ക് നന്നായിട്ട് സ്പ്ലിറ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്പ്ലിറ്റൻസ് വന്നപ്പോൾ അത് മാറ്റിയെടുക്കാൻ കുറച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടി. അപ്പോൾ മുടിയുടെ അറ്റമൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു. പിന്നെ ഹെയർ കെയർ നമ്മൾ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ അതൊന്ന് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കാര്യമായിട്ട് വേണ്ടത് ചെമ്പരത്തിപ്പൂവ് വേണം. നമ്മുടെ വീട്ടിൽ തൊടിയിലൊക്കെ ഉണ്ടാവുമല്ലോ ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ കുറച്ച് നമുക്ക് എത്രത്തോളം കിട്ടുമോ അത്രത്തോളം ചെമ്പരത്തിപ്പൂവ് പറിച്ചെടുക്കുക. ഇപ്പം മോള് റോഡ് സൈഡിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ റോഡ് സൈഡിലുള്ള ചെമ്പരത്തി പറിച്ച് കൊടുക്കുകയാണേ. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ അത്യാവശ്യം നമുക്ക് എത്ര വേണോ നമുക്ക് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം. പിന്നെ വേണ്ടത് ഉലുവ വെള്ളം. ഉലുവ തലേദിവസം പൊതിർത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സിയുടെ ജാറിലേക്ക് അയക്കുക. അതുപോലെ ചെമ്പരത്തി ഇതളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ചെമ്പരത്തി ഇതളായിട്ട് ചെമ്പരത്തിൻ്റെ ഇതളും മാത്രം മതി, വേറെ മറ്റേ പൂവൊന്നും വേണ്ട. പിന്നെ ഉലുവ വെള്ളം നമ്മൾ പുതിർത്ത് വെച്ച ഉലുവ വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കണം. എങ്ങനെയാണ് അരിച്ചെടുക്കണം. ഒരു തോർത്തിലോ ഒരു വേണ്ടാത്ത ഒരു പഴയ തുണി എടുത്തിട്ട് ആ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അല്ലാതെ അരച്ച സംഭവം അങ്ങനെ തലയിൽ തേക്കാൻ പാടില്ല. അത് നമുക്ക് മുടിയിൽ വേറെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. താരനും അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കഴിയുന്നതും അരിച്ചെടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം തലയിലാക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ആവുന്നതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് അത് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മുടിയുടെ കുടുക്കൊക്കെ ചിക്കൊക്കെ നന്നായിട്ട് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഒരല്പം വെളിച്ചെണ്ണ, നമ്മൾ എന്ത് എണ്ണയാണോ നമ്മൾ തേക്കുന്നത്, നമ്മൾ വെളിച്ചെണ്ണയാണ് തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. നമ്മൾ സാധാരണ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നന്നായിട്ട് തലയിൽ ഒന്ന് തൊട്ട് മിനുക്കി കൊടുക്കുക. അധികമായിട്ടൊന്നും എപ്പോഴും തേക്കണം എന്നൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നന്നായിട്ട് തലയിൽ എണ്ണ തേച്ച് കൊടുക്കുക. ബാക്കി പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് തൊട്ട് മിനുക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ച ആ തേങ്ങാപ്പാലും ചെമ്പരത്തിയും ഉലുവ വെള്ളവും കൂടെ എടുത്ത സംഭവം തലയോട്ടിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ സ്ഥലത്തും തലയോട്ടിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് സെക്ഷനാക്കി എടുത്ത് മുടി രണ്ട് ഭാഗത്തൊക്കെ ഇട്ട് പറ്റുന്ന രീതിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. മുടിയിലും മുടിയുടെ അറ്റത്തേക്കും ഒക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഈ തേക്കുന്ന ഇടയിൽ ഞാൻ ഇടയ്ക്ക് പേനുണ്ടോ ഈരുണ്ടോ അല്ലെങ്കിൽ താരം വരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഇടയ്ക്ക് കുറച്ച് മുന്നേ ഒരു പേൻ ശല്യം വല്ലാണ്ടുണ്ടായിരുന്നു മോളെ തലയിൽ. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടി. ദിവസവും സ്കൂളിൽ പോകുന്നത് കൊണ്ട് നനഞ്ഞ മുടി കെട്ടിവെച്ചും ഒക്കെ ഓരോരുത്തർ ഓരോ സ്റ്റൈലിലൊക്കെ കെട്ടിയിട്ടാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ പേൻ ശല്യം മാറ്റിയെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടി. തുളസി നീരും അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്താണ് പിന്നെ ദിവസവും സ്കൂളിൽ പോയി വന്ന് കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെ ചീന്തി എടുത്തൊക്കെയാണ് അത് മാറ്റിയെടുത്തത്. അപ്പോൾ ഈ നമ്മുടെ പാക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ല വൃത്തിക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മുടിയുടെ അറ്റത്തും മുടിയുടെ ഉള്ളിലേക്കും ഒക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. തലയ്ക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലും ഒക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ്, പറ്റുന്നവർക്ക് 15 മിനിറ്റ് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാവുന്നതാണ്.
അതിന് തണുപ്പ് പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നിന്നാലും മതി. പറ്റുന്നവർ ഒരു 15 മിനിറ്റെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഇപ്പോഴത്തെ മോളുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യണേ.